Hello everyone, welcome to the new session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ 4th യൂണിറ്റ് ആയിട്ടുള്ള സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ സെക്കൻഡ് സെഷൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, അതിന്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്, അതിന്റെ അഡ്വാൻറ്റേജസ്, വാട്ട് ഈസ് സ്കൂൾ കോംപ്ലക്സ് എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ സെക്കൻഡ് സെഷൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സെഷനിൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായിരിക്കണം ഒരു ഹെഡ് മിസ്ട്രസിന്റെ ഡ്യൂട്ടി, അവര് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, തുടർന്നിട്ടുള്ള ഒരു ടീച്ചറിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, ഇങ്ങനത്തെ ഒരുപാട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിൽ സ്റ്റാർട്ട് ദ കൺസെപ്റ്റ് വിത്ത് വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഈ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, അതിന്റെ മീനിങ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ ഡെമോക്രസി വർക്ക്സ് ബെസ്റ്റ് ഇൻ മോഡേൺ കൺട്രീസ്. ഈ ഡെമോക്രസി ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുക മോഡേൺ കൺട്രീസിലാണ് അല്ലെ. കാരണം എന്താണെന്നറിയോ, ഈ മോഡേൺ കൺട്രീസിലുള്ള ആളുകൾക്കായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഫ്രീഡം എല്ലാം ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പോൾ ഡെമോക്രാറ്റിക് ചിന്താഗതി എന്ന് പറയുന്നത് മോഡേൺ കൺട്രീസിൽ വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യമാണ്. ഇൻ ഡെമോക്രസി പീപ്പിൾ ആർ ഗവേൺഡ് ബൈ റൂൾസ് മെയ്ഡ് ബൈ ദം. ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകൾ ജീവിക്കുന്നത് അവര് തന്നെ എന്താ പറയാ ഗവേൺ ചെയ്ത അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത റൂൾസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്രീഡം ആൻഡ് ദ ഗുഡ് ഓഫ് ഓൾ പീപ്പിൾ. ഫ്രീഡം ഉണ്ടായിരിക്കും എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും നല്ലത് വരണം, നന്മ മാത്രം വിചാരിക്കുന്നതായിരിക്കും ഈ ഒരു ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് എന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഇറ്റ് സൗണ്ട് ഫിലോസഫി. പ്ലാൻസ് ആൻഡ് റൂൾസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഗുഡ് തിങ്കിങ്. നമ്മള് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കേസ് എടുക്കുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവരുന്ന എന്ത് പ്ലാൻ ആയിക്കോട്ടെ, റൂൾസ് ആയിക്കോട്ടെ, അതെല്ലാം വളരെ ഒരു നന്മ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള പ്ലാൻസ് ആയിരിക്കണം അല്ലെ. ആർക്കും ഒരു ചീത്ത കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും ഒരു പ്ലാൻ ചെയ്യൂ? ഇല്ല. അപ്പൊ എല്ലാവർക്കും നന്മ വരണം എന്ന് വിചാരിച്ചിട്ടാവണം പ്ലാൻസ് ആൻഡ് റൂൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പോളിസീസ് ഷുഡ് ഹെൽപ്പ് ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. എന്ത് പോളിസീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അത് അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനും അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അവർക്ക് ഹെൽപ്പ് ഉള്ളതായിരിക്കണം അല്ലെ. അവർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവാൻ പാടുള്ളൂ. നെക്സ്റ്റ്, ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ്. ഇറ്റ് ഗീവ് ഫ്രീഡംസ് ടു തിങ്ക് ആൻഡ് സ്പീക്ക്, അവോയ്ഡ് സ്ട്രിക്റ്റ് ആൻഡ് ബോസി റൂൾസ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഫ്രീഡം ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് ചിന്തിക്കാനും അവർക്ക് സംസാരിക്കാനും ഉള്ള ഒരു ഫ്രീഡം കൊടുക്കണം അല്ലെ. ഒരു ബോസി റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് കൺസെപ്റ്റ് മാറ്റി കുട്ടികൾക്ക് എല്ലാത്തിലും ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. Next, flexibility. Head of the institution should not blindly follow the rules and regulations. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രിൻസിപ്പൽ ആയിരിക്കും അല്ലെ. ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹെഡ് വളരെ ബ്ലൈൻഡ് ആയിട്ട് കണ്ണടച്ച് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ പാടില്ല. ന്യൂ സിറ്റുവേഷൻസ് ഡിമാൻഡ് ന്യൂ സൊല്യൂഷൻസ്. നമ്മൾ ഓരോ ദിവസം പുതിയ പുതിയ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ അതിന് പുതുതായിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും വേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കണം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. Hence, the approach to problems should be flexible and not rigid. നമ്മൾ ഏതൊരു കാര്യവും നോക്കി കാണുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയണം. അല്ലാതെ നമ്മളൊരു റിജിഡ് റൂൾ എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ്, അത്രയും കാര്യങ്ങളാണ് എനിക്ക് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനിൽ പറയാനുള്ളത്. ഇനി മെഷേഴ്സ് ഫോർ പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് ഈ ഒരു ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, സ്റ്റാഫ് കൗൺസിൽ. സ്റ്റാഫ് കൗൺസിൽ എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരിക്കണം അല്ലെ. ടീച്ചേഴ്സ് ഷുഡ് മീറ്റ് റെഗുലർലി. They should talk openly about school problems. The principal should listen and accept helpful ideas. ടീച്ചേഴ്സിന്റെ ഒരു മീറ്റിംഗ് അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഒരു മന്ത്ലി വൺസ് എങ്കിലും കണ്ടക്ട് ചെയ്യണം അല്ലെ. അവര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് സ്കൂൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാന്നുള്ളത് സംസാരിക്കാനുള്ള ഒരു വേദി ടീച്ചേഴ്സിന് ഒരുക്കി കൊടുക്കണം. പ്രിൻസിപ്പൾ എന്താ ചെയ്യേണ്ടത്, പ്രിൻസിപ്പൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ടീച്ചേഴ്സിനെ ലിസൺ ചെയ്യുകയും അത് ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം
എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ആലോചിക്കേണ്ടത്. നെക്സ്റ്റ്, സ്റ്റുഡന്റ് സെൽഫ് ഗവൺമെന്റ്. Students should learn democracy by practice. Student elections should happen in schools and colleges. നമ്മൾ ഈ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കുട്ടികളുടെ അടുത്ത്? ഇല്ല, അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ അല്ലെ? അതിനുവേണ്ടി പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ കുറച്ച് സിറ്റുവേഷൻസ് കുട്ടികൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. നമുക്കറിയാം ഒരുവിധം എല്ലാ സ്കൂളുകളിലും എലക്ഷൻസ് ഇപ്പൊ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? സ്കൂളിൽ മാത്രമല്ല കോളേജസിലും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം എലക്ഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് എന്താണ് ഡെമോക്രാറ്റിക് വേൾഡ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് കൺട്രി എന്നുള്ളത് ബൈ പ്രാക്ടീസ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസ് ഷുഡ് ഗീവ് ഐഡിയാസ് ആൻഡ് ഹെൽപ്പ് സോൾവ് പ്രോബ്ലംസ്. അപ്പൊ ഇത്തരം പ്രാക്ടീസ് എല്ലാം കുട്ടികൾക്ക് കിട്ടുമ്പോഴേ അവർക്ക് നല്ല ഐഡിയാസ് കൊണ്ടുവരാനും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാനും അത് നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഐഡിയാസ് എല്ലാം കുട്ടികൾക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ, ഇൻവോൾവ്മെന്റ് ഇൻ പ്ലാനിങ്. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് ഷുഡ് ഹെൽപ്പ് മേക്ക് സ്കൂൾ പ്ലാൻസ്. ഒരു സ്കൂൾ പ്ലാനിങ് ഉണ്ടാവുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വൈറ്റൽ റോൾ ടീച്ചേഴ്സിനും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിനും കൊടുക്കണം. ദിസ് മേക്സ് ദം ഫീൽ മോർ റെസ്പോൺസിബിൾ ആൻഡ് ഇൻവോൾവ്. ഇങ്ങനെ ടീച്ചേഴ്സിനെയും സ്റ്റാഫ്സിനെയും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, ടീച്ചേഴ്സിന് ഒരു ധാരണ ഉണ്ടാവും അവര് ഈ ഒരു സ്ഥാപനത്തിലെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുമ്പോൾ തന്നെ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കും, അവരെല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിരിക്കും ടീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് എനിക്ക് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനിൽ പറയാനുള്ളത് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഒന്നും കൂടുതൽ പുതുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഫെമിലിയർ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First one, school plan. A good school campus is very important. It should be clean and healthy. ഒരു നല്ല സ്കൂൾ ക്യാമ്പസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? കുട്ടികൾ വെറുതെ വന്ന് പോയാൽ മതി അല്ല, നല്ലൊരു സ്കൂൾ ക്യാമ്പസ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കണം. സ്കൂൾ ക്യാമ്പസ് എങ്ങനെയുള്ളതായിരിക്കണം? വളരെ ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ഹെൽപ്പ് ഓൾ സ്റ്റുഡൻസ് ഇൻക്ലൂഡിംഗ് ദോസ് ഹു ആർ സിക്ക് ഓർ ഡിസേബിൾഡ്. കുട്ടികളെ എല്ലാ തരത്തിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയണം അല്ലെ? അത് ഒരു പ്രശ്നങ്ങളില്ലാത്ത കുട്ടികളല്ല, ഇനിയിപ്പോ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉള്ള കുട്ടികളാണെങ്കിൽ അവരും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ കഴിയണം. ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് എ ഗുഡ് സ്കൂൾ ക്യാമ്പസ്? ഒരു നല്ല സ്കൂൾ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം? നമുക്കറിയാം ഒരു സ്കൂൾ ക്യാമ്പസ് ഉണ്ടാവണം അല്ലെ? ഒരു ക്യാമ്പസ് സെറ്റപ്പ് ഉണ്ടായിരിക്കണം, ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടായിരിക്കണം, ക്ലാസ് റൂംസ് വേണം, റീഡിംഗ് റൂംസ് വേണം, ലൈബ്രറി, ലബോറട്ടറി, മ്യൂസിയം, സ്റ്റാഫ് റൂം വേണം ടീച്ചേഴ്സിന്, ഗാർഡൻ വേണം, പ്ലേ ഗ്രൗണ്ട് വേണം. ഇതെല്ലാം ഒരു ഗുഡ് സ്കൂൾ ക്യാമ്പസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് അല്ലെ? നെക്സ്റ്റ്, വാട്ട് ആർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952? ഇനി ഒരു സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ ആണ് കേട്ടോ ഇത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ്. ഒന്നുമില്ല, ഒരു നല്ല ഗുഡ് സ്കൂൾ ക്യാമ്പസ് എന്ന് വിളിക്കണമെങ്കിൽ ആ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാ പറയുന്നത്. ഫസ്റ്റ് വൺ, പ്ലേ ഗ്രൗണ്ട്, ക്ലാസ് റൂം, ലൈബ്രറി, ലബോറട്ടറി, മ്യൂസിയം, സ്റ്റാഫ് റൂം, ഗാർഡൻ, മ്യൂസിക് റൂം വേണം, ആർട്ട് റൂം വേണം, ക്രാഫ്റ്റ് റൂം, ഹോസ്റ്റൽ, ഒരു ഓഡിറ്റോറിയം ഫെസിലിറ്റി. ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആക്ട് പ്രകാരം ഒരു നല്ല ഗുഡ് സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ്, സൈറ്റ് ഫോർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് നമ്മളൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ വെറുതെ നമുക്ക് എവിടെങ്കിലും ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അല്ലല്ലോ, അതിന് ഒരുപാട് ചിട്ടകളും രീതികളും എല്ലാം ഇല്ലേ? അപ്പൊ എങ്ങനത്തെ ഒരു സൈറ്റ് ആയിരിക്കണം? ഫസ്റ്റ്, ബി ഫാർ ഫ്രം നോയ്സ്, ഡസ്റ്റ് ആൻഡ് പൊല്യൂഷൻ. ഒരുപാട് എന്താ പറയാ നോയ്സി ഏരിയാസ് അല്ലെങ്കിൽ ഡസ്റ്റി ഏരിയാസ്, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസിലൊന്നും നമുക്ക് സ്കൂൾ ക്യാമ്പസ് ലൊക്കേറ്റ് ചെയ്യാൻ പാടില്ല. ബി ഈസി ഫോർ സ്റ്റുഡൻസ് ടു റീച്ച്. കുട്ടികൾക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം നമുക്ക് സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്കൂൾ ക്യാമ്പസ് കെട്ടിപ്പടുക്കാനായിട്ട്. ബി ഓൺ ഡ്രൈ ലാൻഡ്, നോട്ട് വാട്ടർ ലോഗ്. ഒരു ഡ്രൈ ഏരിയയിലായിരിക്കണം, വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയാസിൽ ഒരിക്കലും സ്കൂൾ ഉണ്ടാക്കാൻ പാടില്ല. ഹാവ് സ്പേസ് ടു ഗ്രോ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നമുക്ക് ആ ഒരു സ്കൂൾ ക്യാമ്പസ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കൂടെയുള്ള ഒരു സ്ഥലം മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ ആ ഒരു സൈറ്റ് നിശ്ചയിക്കാനായിട്ട്. ബി എവേ ഫ്രം ക്രൗഡഡ് ഏരിയാസ്. തിരക്കുള്ള ഏരിയാസ് നിന്ന് കുറച്ച് മാറി ആവണം. ബി കണക്റ്റഡ് ബൈ റോഡ്, ട്രെയിൻ ഓർ അതർ ട്രാൻസ്പോർട്ട്. റോഡ് വഴിയോ അല്ലെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ അതർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ വഴി നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം. ബിഗ് എനഫ് ഫോർ ക്ലാസ് റൂം, സ്പോർട്സ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്. നല്ല വലിയൊരു പ്ലേ ഗ്രൗണ്ട് കൊണ്ടുവരാനും ക്ലാസ് റൂംസ് എല്ലാം വെൽ സ്പേസ്ഡ് ആയിട്ട് നിർമ്മിക്കാനും എല്ലാം പറ്റുന്ന ഒരു സൈറ്റ് ആണ് നമ്മൾ സ്കൂളിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് കേട്ടോ. സൈറ്റ്സ് ടു ബി അവോയ്ഡഡ്. ഇനി എങ്ങനത്തെ സ്ഥലം ആവാൻ പാടില്ല?
ക്രൗഡഡ് സ്ട്രീറ്റ്സ് ആവാൻ പാടില്ല, ഹെവി ട്രാഫിക് ഉള്ള പ്ലേസ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സ്കൂളിന്റെ തൊട്ടടുത്ത ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു മാർക്കറ്റ്, ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും സ്കൂൾ സറൗണ്ടിങ്ങിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നിയർ തിയേറ്റർ, ബസ് സ്റ്റാൻഡ് ഓർ മാർക്കറ്റ്, ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിന്റെ തൊട്ടടുത്തോ മാർക്കറ്റിന്റെ തൊട്ടടുത്തോ ഒന്നും സ്കൂൾ സൈറ്റ് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല കേട്ടോ. ഇനി ബിൽഡിങ്സ് എങ്ങനെയായിരിക്കണം? സ്കൂൾ ബിൽഡിംഗ് ഷുഡ് മാച്ച് ലോക്കൽ ക്ലൈമറ്റ്. നമ്മളൊരു ബിൽഡിംഗ് സെറ്റപ്പ് ആക്കുമ്പോൾ അത് നമ്മുടെ ലോക്കൽ ക്ലൈമറ്റ് എന്താണോ അതിന് അനുയോജ്യമായിട്ടുള്ള ബിൽഡിംഗ് ആണ് കെട്ടിപ്പടുക്കേണ്ടത് അല്ലെ. ദേ ഷുഡ് ബി സേഫ് ആൻഡ് പ്രൊട്ടക്ട് ഫ്രം ഹീറ്റ്, കോൾഡ് ആൻഡ് റെയിൻ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽഡിംഗ് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കണം. ക്ലാസ് റൂം എങ്ങനത്തെ ആയിരിക്കണം? ഒരു നല്ല എന്താ പറയാ വെളിച്ചവും നല്ല ഫ്രഷ് എയറും നല്ല വായു സഞ്ചാരം എല്ലാം ഉള്ള ക്ലാസ് റൂംസ് ആയിരിക്കണം അല്ലെ. ബിൽഡിംഗ് ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ എഞ്ചിനീയേഴ്സ്. നമ്മൾ സ്കൂളിന് വേണ്ടി കെട്ടിപ്പടുക്കുന്ന ബിൽഡിങ്സ് അത് എഞ്ചിനീയർ അപ്രൂവ് ചെയ്തായിരിക്കണം. സ്പെഷ്യൽ റൂംസ് ഷുഡ് ബി ബിൽഡ് ഫോർ ലാബ്സ്, ലൈബ്രറി, ഓഫീസ്, പ്രിൻസിപ്പൽസ് റൂം, കമ്പ്യൂട്ടർ ബ്ലോക്ക് എക്സെട്ര. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഒരു സ്കൂളാകുമ്പോൾ അവിടെ ലാബിനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, ലൈബ്രറി ഫെസിലിറ്റി, ഓഫീസ് സെപ്പറേറ്റ് വേണം, പ്രിൻസിപ്പൽ റൂം, കമ്പ്യൂട്ടർ ലാബ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെയുള്ള ഒരു ആക്ട് ആണ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നത്. റെക്കമെൻഡേഷൻസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964 to 66. എന്താണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ്? ഒരു നല്ല സ്കൂൾ തുടങ്ങണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള പറയുന്നത്. ബെറ്റർ ലേണിംഗ് എൻവയോൺമെന്റ്. സ്കൂൾ ഷുഡ് ഹാവ് പ്രോപ്പർ ബിൽഡിംഗ്സ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ലേൺ ബെറ്റർ. ഒരു സ്കൂൾ ആവുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ബിൽഡിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവണം അല്ലെ. കുട്ടികൾക്ക് അവിടെ പഠനം നമ്മൾ ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യം കുട്ടികൾക്ക് കൊടുക്കണം. ഈക്വൽ ഫെസിലിറ്റീസ്. ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഷുഡ് പ്രൊവൈഡ് ഈക്വൽ മണി ആൻഡ് ഹെൽപ്പ് ഫോർ ബിൽഡിംഗ് സ്കൂൾസ്. നമ്മളൊരു സ്കൂൾ ബിൽഡ് ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്നും നമുക്കൊരു ഫണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം അല്ലെ. സ്കൂള് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മോർ ഫണ്ട്സ്, മോർ മണി ഷുഡ് ബി ഗിവൺ ടു ഇംപ്രൂവ് സ്കൂൾ ബിൽഡിംഗ്സ് ആൻഡ് ഫെസിലിറ്റീസ്. ഇനി ഇൻ കേസ് അതൊരു ഗവൺമെന്റ് സ്കൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ബിൽഡിംഗ്സ് ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടി മോർ ഫണ്ട് നമുക്ക് ഈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തിന് വേണ്ടി വരും. യൂസ് ലോക്കൽ മെറ്റീരിയൽസ്. ഇനി നമ്മളൊരു സ്കൂൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. അല്ലാതെ നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന പോലെ ഭയങ്കര ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കണ്ട നമ്മുടെ ഫണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കും ഇല്ല. അപ്പൊ ഒരു സ്കൂളൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ ഒരു ലോക്കൽ മെറ്റീരിയൽസ് ആയിരിക്കണം, ലോ കോസ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കണം, എന്നാൽ അത് വളരെ സ്ട്രെങ്ത് ഉള്ളതും ആയിരിക്കണം കേട്ടോ. നെക്സ്റ്റ്, എക്കണോമിക് യൂസ് ഓഫ് ബിൽഡിംഗ്സ്. യൂസ് സ്കൂൾ ബിൽഡിംഗ്സ് ഇൻ സ്മാർട്ട് വേസ് ലൈക്ക് യൂസിംഗ് ദ സെയിം റൂം ഫോർ ഡിഫറെന്റ് പർപ്പസസ്. നമ്മളൊരു സ്കൂൾ ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ സ്മാർട്ട് ആയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റണം അല്ലെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മ്യൂസിക് റൂമും ഡാൻസ് റൂമും ഒരേ റൂം ആക്കിക്കൂടെ? നമ്മൾ എന്തായാലും ഒരുമിച്ച് നടക്കണം എന്നില്ലല്ലോ. വേറെ വേറെ പീരിയഡ്സ് ആണെങ്കിൽ സെയിം ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മ്യൂസിക് കണ്ടക്ട് ചെയ്യാം, അതുപോലെ ഡാൻസ് ക്ലാസ്സും കണ്ടക്ട് ചെയ്യാൻ പറ്റും. സോ വളരെ സ്മാർട്ട് ആയിട്ട് ചിന്തിക്കുക എങ്ങനെ നമുക്ക് ബിൽഡിങ്സ് യൂസ് ചെയ്യാം എന്നുള്ളത്. സ്പെഷ്യൽ ഏജൻസീസ് ക്രിയേറ്റ് സ്പെഷ്യൽ ടീംസ് ടു പ്ലാൻ ആൻഡ് ഡിസൈൻ സ്കൂൾ ബിൽഡിങ്സ് പ്രോപ്പർലി. ഇനി ഒരു സ്കൂൾ ബിൽഡിംഗ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടീമിനെ അസൈൻ ചെയ്യുക, അത് പ്ലാൻ ചെയ്യാനും അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട്. പ്രൊഫഷണൽ ഹെൽപ്പ്. യൂസ് എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ് ആൻഡ് എക്സ്പേർട്സ് വെൻ ഡിസൈനിങ് ആൻഡ് ബിൽഡിംഗ് സ്കൂൾസ്. നമ്മളൊരു സ്കൂൾ ബിൽഡ് ചെയ്യുമ്പോൾ എഞ്ചിനീയേഴ്സിന്റെ സഹായം തേടുക അല്ലെ. പ്രൊഫഷണൽ ആയിട്ടുള്ള ആർക്കിടെക്ട്സിന്റെയും എക്സ്പേർട്സിന്റെയും എല്ലാം സഹായം തേടണം. യൂസ് ലോക്കൽ ടാലന്റ്. യൂസ് ഹെൽപ്പ് ഫ്രം ലോക്കൽ ബിൽഡേഴ്സ് ആൻഡ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ടു കൺസ്ട്രക്ട് ബിൽഡിംഗ്സ് പ്രോപ്പർലി. ഇനി പ്രോപ്പർ ആയിട്ട് നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ ഹെൽപ്പ് വേണം, കൂടെ നമുക്ക് ലോക്കൽ ബിൽഡേഴ്സിന്റെ ഹെൽപ്പ് കൂടി, നമ്മൾ കോൺട്രാക്ടർ എന്നൊക്കെ പറയില്ലേ, ലോക്കൽ ബിൽഡേഴ്സിന്റെ സഹായം കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ PWD ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ, അവരുടെ ഹെൽപ്പും നമുക്ക് ചോദിക്കാൻ പറ്റും. നെക്സ്റ്റ്, അവോയ്ഡ് ഡിലേസ്. സെറ്റപ്പ് സ്പെഷ്യൽ ഗ്രൂപ്സ് ടു മേക്ക് ഷുവർ ബിൽഡിംഗ് വർക്ക് ഹാപ്പൻസ് ഓൺ ടൈം. ഇനി ഒരു കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെങ്കിലും അതിന്റെ വർക്ക് തീർന്നാൽ മതിയോ? അല്ലല്ലോ, അതൊരു കറക്റ്റ് സമയത്ത് തീരണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിനെ നിയമിക്കുക. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് നോക്കാൻ സാധിക്കും. നെക്സ്റ്റ്,
ഒരു സ്കൂൾ ആവുമ്പോൾ സ്റ്റാഫ് റൂം വേണം, ക്ലാസ് റൂം വേണം, ലൈബ്രറി, ഡ്രോയിങ് റൂം, ലബോറട്ടറി, ഗാർഡൻ, പ്ലേ ഗ്രൗണ്ട്, ഈ കാര്യങ്ങളെല്ലാം വേണം അല്ലെ. അപ്പൊ ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ, സ്റ്റാഫ് റൂം. ഒരു സ്കൂളിന്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ സ്റ്റാഫ് റൂം എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് നീഡ് എ സെപ്പറേറ്റ് ക്വൈറ്റ് റൂം ടു റെസ്റ്റ് ആൻഡ് ഡു ദെയർ വർക്ക്. ടീച്ചേഴ്സ് ആണ് സ്റ്റാഫ് റൂം ആക്സസ് ചെയ്യുന്നത്. അവർക്ക് സ്വസ്ഥമായിട്ട് അവരുടെ വർക്ക് ചെയ്യാനും റെസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് സ്റ്റാഫ് റൂം യൂസ് ചെയ്യുന്നത്. സ്റ്റാഫ് റൂം ഷുഡ് ഹാവ് ചെയർസ്, ടേബിൾസ്, ഫാൻസ്, ലൈറ്റ്സ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്സ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം അല്ലെ. ഇഫ് ദർ ആർ മെനി ടീച്ചേഴ്സ്, എ ബിഗർ റൂം ഈസ് നീഡഡ്. നമുക്ക് എത്രത്തോളം ടീച്ചേഴ്സ് ഉണ്ടോ അതനുസരിച്ചിട്ടുള്ള ഒരു റൂമാണ് സ്റ്റാഫ് റൂമിന് വേണ്ടി തെരഞ്ഞെടുക്കേണ്ടത്. എ റൂം ഷുഡ് ബി പീസ്ഫുൾ സോ ടീച്ചേഴ്സ് ക്യാൻ ഡു പ്ലാനിങ് ഓർ കറക്ഷൻ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റൂമാണ് സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് അല്ലെ. ടീച്ചേഴ്സിന് അവരുടെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാനും കറക്ഷൻസ് നടത്താനും എല്ലാം സ്റ്റാഫ് റൂം യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ഇസ് ക്ലാസ് റൂം? ക്ലാസ് റൂം എന്ന് പറയുന്നത് എന്താ? കുട്ടികൾ അവരുടെ പഠനം നടക്കുന്നത് ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ് അല്ലെ. ഒരു ബിഗ് ക്ലാസ് റൂം തന്നെ ആയിരിക്കണം. അതിന്റെ കണക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അറൌണ്ട് 25x20 feet ഫോർ 40 സ്റ്റുഡൻസ്. 40 കുട്ടികളുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണേ കൊടുത്തിട്ടുള്ളത്. നീളവും വീതിയും ഏകദേശം ഈ ഒരു കണക്ക് ആയിരിക്കണം. ദേ ഷുഡ് ഹാവ് ഗുഡ് എയർ, ലൈറ്റ് ആൻഡ് സീറ്റിംഗ്. നല്ല കാറ്റോട്ടമുള്ള, നല്ല വെളിച്ചം വരുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ക്ലാസ് റൂം ആണ് വേണ്ടത്. ദർ ഷുഡ് ബി ഇനഫ് ക്ലാസ് റൂം ഫോർ ഓൾ ടീച്ചേഴ്സ് ആൻഡ് സബ്ജക്ട്സ്. എത്രത്തോളം കുട്ടികളുണ്ടോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് റൂംസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്ലാസ് റൂംസിൽ ഇനി എന്തൊക്കെ വേണം? ഡെസ്ക് വേണം, ചെയർസ് വേണം, ബെഞ്ച് വേണം, ബ്ലാക്ക് ബോർഡ് വേണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ക്ലാസ് റൂംസിൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. നെക്സ്റ്റ്, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. ഒരു സ്കൂളിന്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ലൈബ്രറി അല്ലെ. എവറി സ്കൂൾ ഷുഡ് ഹാവ് എ ലൈബ്രറി വിത്ത് ഇനഫ് ബുക്സ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ബുക്സും അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ബുക്സും പ്രൊവൈഡ് ചെയ്യാൻ ലൈബ്രറിക്ക് കഴിയണം. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് റീഡിംഗ്, ലേണിംഗ് ആൻഡ് തിങ്കിങ്. കുട്ടികൾക്ക് ഒരുപാട് വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും എല്ലാം പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലെ ലൈബ്രറി എന്ന് പറയുന്നത്. എ സെപ്പറേറ്റ് റീഡിംഗ് റൂം ഇസ് ഓൾസോ ഗുഡ്. ബുക്സ് ഷുഡ് മാച്ച് സ്റ്റുഡൻസ് ലെവൽസ് ആൻഡ് ബി ഇൻട്രസ്റ്റിംഗ്. ഇനി ലൈബ്രറിയിൽ തൊട്ട് മാറി ഒരു സെപ്പറേറ്റ് റീഡിംഗ് റൂം പ്രൊവൈഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുട്ടികൾക്ക് ബുക്ക് എടുത്ത് അവിടെ പോയി നല്ല സ്വസ്ഥമായിട്ട് ഇരുന്ന് വായിക്കാലോ. ഇനി നമ്മൾ ലൈബ്രറിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബുക്സ് കുട്ടികളുടെ ലെവലിനും അവരുടെ ഇൻട്രസ്റ്റും കണക്കാക്കിയിട്ടുള്ള ബുക്സ് ആണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, ലബോറട്ടറി. നമുക്കറിയാം സയൻസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്സ്, എസ്പെഷ്യലി സയൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ലാബ്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ. ലാബ്സ് ഷുഡ് ബി ഫുള്ളി എക്യുപ്ഡ് വിത്ത് ടൂൾസ് ആൻഡ് സ്പേസ്. അവരുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ലാബാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. സ്റ്റുഡൻസ് ഷുഡ് ലേൺ ത്രൂ എക്സ്പെരിമെന്റ്സ്. എക്സ്പെരിമെന്റിലൂടെ ലേൺ ചെയ്യാൻ കുട്ടികൾക്ക് കഴിയണം. സയൻസ് ടീച്ചേഴ്സ് മസ്റ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു പ്രാക്ടിക്കൽ വർക്ക്. ഇനി പ്രാക്ടിക്കൽ വർക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സയൻസ് ടീച്ചേഴ്സിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണം അല്ലെ. നെക്സ്റ്റ്, സ്കൂളിന്റെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് പ്ലേ ഗ്രൗണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നതും പ്ലേ ഗ്രൗണ്ട് ആണ് അല്ലെ. ഓവറോൾ ഒരു കുട്ടിയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഗെയിംസ് ആൻഡ് സ്പോർട്സ് ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ആൻഡ് ടീം വർക്ക്. കുട്ടികൾക്ക് വളരാനും ഒരു ടീം വർക്ക് സെറ്റപ്പ് ചെയ്യാനും ഈ ഗെയിംസും ബാക്കി സ്പോർട്ട് ആക്ടിവിറ്റീസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദർ ഷുഡ് ബി ഇനഫ് സ്പേസ് ഫോർ ഔട്ട്ഡോർ ആക്ടിവിറ്റി. ഇനി ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, ഷട്ടിൽ കോക്ക്, ഇതെല്ലാം ഇത്തരം എല്ലാ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും നടത്താൻ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ആണ് വേണ്ടത് അല്ലെ. നെക്സ്റ്റ്, ഒരു സ്കൂളിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടോയ്ലറ്റ്സ്. നമ്മൾ വളരെ ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് സ്കൂൾ പ്രൊവൈഡ് ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ബോയ്സിനും ഗേൾസിനും നമുക്ക് ടോയ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അത് അവരുടെ പ്രൈവസിയും സേഫ്റ്റിക്കും എല്ലാം വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദർ ഷുഡ് ബി വാട്ടർ ആൻഡ് റെഗുലർ ക്ലീനിങ്. വെള്ളം ഉണ്ടായിരിക്കണം, അവർക്ക് വേണ്ട ബാക്കി സാനിറ്ററി കാര്യങ്ങളെല്ലാം വേണം, റെഗുലർ ആയിട്ട് ക്ലീൻ ചെയ്യണം അല്ലെ ടോയ്ലറ്റ്സ്. നെക്സ്റ്റ്, ഗാർഡൻ. സ്കൂൾ ഗാർഡൻ മേക്സ് ദ സ്കൂൾ ലുക്ക് ബ്യൂട്ടിഫുൾ. ഒരു സ്കൂളിനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് അതിന്റെ ഗാർഡനിങ് സിസ്റ്റം ആണ് അല്ലെ. അപ്പൊ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഗാർഡനിൽ നിന്നും പഠിക്കാൻ പറ്റും. അവർക്ക് നേച്ചർ പഠിക്കാൻ പറ്റും, പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. സോ ഗാർഡനിങ് എന്ന് പറയുന്നത് സ്കൂളിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതൊരു സോഷ്യലി കുട്ടികളെ കുറച്ചുകൂടെ ഒരു പാർട്ടാക്കുന്ന ഒരു കാര്യമാണ്. സോഷ്യലി മാത്രമല്ല, സയൻസ് എഡ്യൂക്കേഷനും ഗാർഡനിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സയൻസിൽ പഠിക്കാനില്ലേ. സോ ഗാർഡനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം ടേബിൾ അല്ലെ. എന്താണ് ടൈം ടേബിൾ? എ ടൈം ടേബിൾ ഇസ് എ ഡെയിലി പ്ലാൻ ഷോയിങ് വെൻ ആൻഡ് ഹൗ ലോങ് ഈച്ച് സബ്ജക്ട്സ് ഹാപ്പൻ ഇൻ ദ സ്കൂൾ. നമ്മുടെ ഡെയിലി പ്ലാൻ ആണ് അല്ലെ ടൈം ടേബിൾ. മൺഡേ ഏതൊക്കെ സബ്ജക്ട്സ് വരും, ട്യൂസ്ഡേ ഏതൊക്കെ സബ്ജക്ട്സ് വരും, ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഡെയിലി പ്ലാൻ ആണ്. അതിൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആ ഒരു ടൈം ടേബിളിൽ ഉണ്ടായിരിക്കും. ഇറ്റ് ഷോസ് ഹൗ ദ സ്കൂൾ ഡേ ഇസ് ഓർഗനൈസ്ഡ്. ഒരു സ്കൂളിന്റെ ഒരു ദിവസം എത്രത്തോളം ഓർഗനൈസ്ഡ് ആണ് എന്നുള്ളത് ആ ഒരു ടൈം ടേബിൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ഇൻ യൂസിങ് ദ ടൈം പ്രോപ്പർലി ഫോർ ലേണിംഗ് ആൻഡ് ആക്ടിവിറ്റീസ്. ഈ ടൈം ടേബിളിൽ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള പീരിയഡ്സ് ഉണ്ടായിരിക്കും, ആക്ടിവിറ്റി പീരിയഡ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഫോർ എക്സാമ്പിൾ അവരുടെ PE പീരിയഡ്സ് ഉണ്ടായിരിക്കും, അതായത് അവരുടെ എന്താ പറയാ, നമ്മൾ പുറമെ കളിക്കുന്ന കുട്ടികൾക്ക് സ്പോർട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി മ്യൂസിക് ക്ലാസ്, ആർട്ട് ക്ലാസ് എല്ലാം ഉണ്ടായിരിക്കില്ലേ അതില്. ഇറ്റ് എൻഷുവേഴ്സ് ഓൾ സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഗെറ്റ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ടൈം. നമ്മളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ സബ്ജക്ട്സിനും ആക്ടിവിറ്റീസിനും ഒരുപോലെ സാധ്യത കൊടുത്തിട്ട് വേണം ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് നോ വാട്ട് ടു ഡു ആൻഡ് വെൻ. ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവും അല്ലെ. ഓൾറെഡി നമ്മളൊരു ഡെയിലി പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ക്ലാസ്സുകൾ എനിക്ക് ഇന്നുണ്ട്, ഇന്ന് ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, മുൻകൂട്ടി കുട്ടികൾക്ക് അതനുസരിച്ചിട്ടുള്ള പ്ലാനിങ് തലേ ദിവസം തന്നെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഡെഫിനിഷൻസ് ഓഫ് സ്കൂൾ ടൈം ടേബിൾ. ഇനി ഒരു സ്കൂൾ ടൈം ടേബിളിന് ഒരുപാട് എക്സ്പേർട്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇയർ ഏൺ സൺ വേ. എന്താ പറഞ്ഞിട്ടില്ലേ നോക്കാം. ടൈം ടേബിൾ is a daily plan that tells when the school day starts, ends and how the activities are engaged. ടൈം ടേബിൾ എന്ന് പറയുന്നത് ഒരു ഡെയിലി പ്ലാൻ ആണ്. ആ ഒരു പ്ലാൻ എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും, ഒരു സ്കൂളിന്റെ ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, എങ്ങനെ എൻഡ് ചെയ്യുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആ ഒരു ദിവസം ഉണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. Next one, SLCR. It is a tool that gives time to all school tasks and makes the school work well. ഒരു സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സ്കൂളിൽ നടക്കുന്ന എല്ലാ ടാസ്ക്സും അതിന് എത്രത്തോളം ടൈം നമ്മൾ കൊടുത്തു എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് സ്കൂൾ ടൈം ടേബിൾ എന്നാണ് സിയാദ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ്, ഡോക്ടർ ജസ്വന്ത് സിംഗ്. ടൈം ടേബിൾ ഗീവ്സ് എ ക്ലിയർ പിക്ചർ ഓഫ് ഓൾ സ്കൂൾ ആക്ടിവിറ്റീസ്. ഒരു സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും ഒരു ക്ലിയർ പിക്ചർ ടൈം ടേബിൾ തരും. നെക്സ്റ്റ്, മൊയിനുദ്ദീൻ. ടൈം ടേബിൾ is like a second clock for the school. It tells what happens at what time. ഒരു സ്കൂളിന്റെ ഒരു സെക്കൻഡ് ക്ലോക്ക് ആണ് അല്ലെ ടൈം ടേബിളും. ഏത് കാര്യങ്ങൾ ഏത് സമയത്ത് നടക്കും എന്നുള്ളത് വ്യക്തമായിട്ടൊരു ടൈം ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് എക്സ്പേർട്സിന്റെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ് കേട്ടോ സ്കൂൾ ടൈം ടേബിളിന്റെ ഡെഫിനിഷൻസിന്. ഇനി വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് എ ഗുഡ് ടൈം ടേബിൾ? ഒരു നല്ല ടൈം ടേബിൾ ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഫസ്റ്റ് വൺ, all round development. Timetable should help students grow in every way, mentally, physically, morally and socially. നമ്മൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കുട്ടികളെ എല്ലാ തരത്തിലും വളർച്ച എത്താൻ പറ്റുന്ന ടൈം ടേബിൾ ആയിരിക്കണം അല്ലെ. അവരെ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ വേണം, മെന്റലി ഉള്ള കാര്യങ്ങൾ, മോറലി പഠിക്കാനുള്ള കാര്യങ്ങൾ, സോഷ്യലി ഉള്ള കാര്യങ്ങൾ എല്ലാം ഒരു ഡേ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ളതായിരിക്കണം. മേ ബി സ്വിമ്മിംഗ് പീരീഡ് ഉണ്ടാവാം ഒരു ദിവസം, കൂടെ മാത്ത് പീരീഡും സയൻസ് പീരീഡും ഉണ്ടാവാം, ലൈബ്രറി ഉണ്ടാവും. അപ്പൊ എല്ലാ തരത്തിലും കുട്ടീനെ ഓവറോൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയണം അല്ലെ. സാറ്റിസ്ഫാക്ഷൻ ഫോർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഒരു ടൈം ടേബിൾ എങ്ങനെയായിരിക്കണം എന്നറിയോ? ടീച്ചർക്കും അതുപോലെ തന്നെ സ്റ്റുഡന്റിനും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കണം, കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കണം. വളരെ ടൈറ്റ് ഷെഡ്യൂൾ ഒരു ടീച്ചർക്ക് കൊടുത്തിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമുണ്ട്. ഇപ്പൊ എനിക്കിന്ന് 5th ഗ്രേഡില് 4 പീരീഡും മാത്തമാറ്റിക്സ് ആണ്, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കുട്ടികൾ കംഫർട്ടബിൾ ആവോ? ടീച്ചേഴ്സ് കംഫർട്ടബിൾ ആവോ? അല്ല. അപ്പൊ ഒരു നല്ല ഗുഡ് ടൈം ടേബിൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. ടൈം ഇസ് ഗിവൺ അക്കോർഡിംഗ് ടു സബ്ജക്ട്സ്. അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികൾക്ക് ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ഏതാണോ അതിന് കൂടുതൽ ടൈം നമ്മൾ ടൈം ടേബിളിൽ കൊടുക്കണം അല്ലെ. നെക്സ്റ്റ്, മാച്ചിങ് ടൈം വിത്ത് സ്റ്റുഡൻസ് വർക്ക് കപ്പാസിറ്റി. ഡിഫിക്കൽട്ട് സബ്ജക്ട്സ് ഷുഡ് ബി പ്ലേസ്ഡ് വെൻ സ്റ്റുഡൻസ് ആർ മോസ്റ്റ് ആക്റ്റീവ് ലൈക്ക് ഇൻ ദ മോർണിംഗ്. ഇത് വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കുട്ടികൾക്ക് പ്രധാനപ്പെട്ടും കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളായിട്ടുള്ള സബ്ജക്ട്സ് മാത്തമാറ്റിക്സ് ആയിരിക്കും അല്ലെ. അപ്പൊ മാത്തമാറ്റിക്സ് എന്ത് ചെയ്യാന്നറിയാം? മോർണിംഗ് ടൈമിൽ ഫസ്റ്റ് പീരീഡോ അല്ലെങ്കിൽ സെക്കൻഡ് പീരീഡോ തന്നെ മാത്തമാറ്റിക്സ് കൊടുക്കാം. അപ്പൊ കുട്ടികളുടെ ബ്രെയിൻ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ടൈം ആയിരിക്കില്ലേ, അത് പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഇനി ടൈപ്പ് ഓഫ് സ്കൂൾ. എ പ്ലാൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കൈൻഡ് ഓഫ് സ്കൂൾ, പ്രൈമറി, സെക്കൻഡറി ഓർ ഹയർ സെക്കൻഡറി. നമ്മളിന്നൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ ക്ലാസ്സുകൾക്കും ഒരേ ടൈം ടേബിൾ ആയിരിക്കും? അല്ല.
ഫോർത്ത് സ്റ്റാൻഡേർഡിന് ടൈം ടേബിൾ ആയിരിക്കില്ല 7th സ്റ്റാൻഡേർഡിന്, ആ ടൈം ടേബിൾ ആയിരിക്കില്ല 10th സ്റ്റാൻഡേർഡിന്. അപ്പൊ അത് ഏത് കൈൻഡ് ഓഫ് സ്കൂൾ ആണോ അതനുസരിച്ചിട്ട് ടൈം ടേബിളിന്റെ പ്ലാൻ മാറും. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, മോർ സ്റ്റുഡൻസ് നീഡ് മോർ പ്ലാനിങ്. ഇനി ഒരുപാട് കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ചുകൂടെ പ്ലാനിങ് ചെയ്തിട്ട് വേണം ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ. സ്കൂൾ ഹവേഴ്സ് ആൻഡ് പീരിയഡ് ഡ്യൂറേഷൻ. നമ്മൾ ഇനി ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂൾ ഹവർ ഏതാണ്, ഫോർ എക്സാമ്പിൾ 9 to 3 ആണോ അല്ലെങ്കിൽ 8:30 to 4 ആണോ, ആ ഒരു കണക്ക് നമ്മുടെ കയ്യിൽ വേണം. എത്ര പീരിയഡ്സ് ഉണ്ട്, ഓരോ പീരിയഡിനും എത്ര സമയമുണ്ട് എന്നുള്ളതെല്ലാം വിലയിരുത്തിയിട്ട് വേണം ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. നമ്പർ ഓഫ് സബ്ജക്ട്സ്, ഒരു ദിവസം എത്ര സബ്ജക്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും, അതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിന് എത്ര ടൈം കൊടുക്കണം എന്നെല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. അവൈലബിലിറ്റി ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ് റൂംസ്, ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ റൂംസിന്റെ അവൈലബിലിറ്റി എല്ലാം നോക്കിയിട്ടാണ് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നീഡ് ഓഫ് ദ സ്റ്റുഡന്റ്, എ പ്ലാൻ ഷുഡ് ഹെൽപ് സ്റ്റുഡൻസ് ലേൺ ബെറ്റർ ആൻഡ് ബി ഹെൽത്തി. കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു പ്ലാൻ കൊടുക്കാൻ കഴിയണം. ടൈം ഓഫ് ദ ഇയർ, അതുപോലെ തന്നെ നമ്മളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം സ്പോർട്സ് ആക്ടിവിറ്റീസും ആർട്സും എല്ലാം ഇൻ ബിറ്റ്വീൻ വരും അല്ലെ. അപ്പൊ അതെല്ലാം നോക്കിക്കണ്ട് വേണം നമുക്കൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ സ്പോർട്സ് എല്ലാം ആണെങ്കിൽ അതൊരു ചൂട് കാലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് കുട്ടികളെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം കഴിയുന്നതും വിന്റർ സീസണിൽ വെക്കാൻ നോക്കുക. നെക്സ്റ്റ്, യൂസ് ഓഫ് ടീച്ചിങ് എക്യുപ്മെന്റ്, പ്ലാൻ പീരിയഡ്സ് വെൻ ടീച്ചിങ് ടൂൾസ് ഓർ ലാബ്സ് ആർ ഫ്രീ ആൻഡ് യൂസ്ഫുൾ. ഇനി നമ്മൾ പീരിയഡ്സ് പ്ലാൻ ചെയ്യുമ്പോൾ ടീച്ചേഴ്സിന് റിസോഴ്സസ് അവൈലബിൾ ആണോ, ലാബ്സ് ഫ്രീ ആണോ, ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ് ഇൻ ദ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് ഒരു പ്രിൻസിപ്പളിന്റെ റോള്? ഹെഡ് മാസ്റ്റർ ആവാം, ഹെഡ് മിസ്ട്രസ് ആവാം, എന്താണ് റോൾ എന്നുള്ളതാണ് കേട്ടോ. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. The headmaster is responsible for running the school smoothly. ഒരു സ്കൂൾ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു റോൾ നയിക്കുന്ന ആളാണ് അല്ലെ ആ സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. They manage the school's day-to-day operations and lead both students and ടീച്ചേഴ്സ്. ഒരു സ്കൂളിൽ ഡേ ടു ഡേ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതും അത് മാനേജ് ചെയ്യുന്നതും കുട്ടികളെയും ടീച്ചേഴ്സിനെയും എല്ലാം ഒരുപോലെ ലീഡ് ചെയ്യുന്നതും അവിടുത്തെ പ്രിൻസിപ്പൽ ആണ്. ഇനി വാട്ട് ആർ ദ മേജർ റോൾസ്? ഒരു ഹെഡ് മാസ്റ്ററിന്റെ മേജർ റോൾ എന്തൊക്കെയാണ്? ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം അല്ലെ, മാനേജിങ് ക്വാളിറ്റി വേണം, സൂപ്പർവൈസിങ് ചെയ്യണം, പ്ലാനിങ് ചെയ്യണം, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം, ഹ്യൂമൻ റിലേഷൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കണം അല്ലെ. അതെല്ലാം ഒരു പ്രിൻസിപ്പളിന്റെ റോളാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഇസ് ദ റോൾ ഓഫ് പ്രിൻസിപ്പൽ ആസ് എ മാനേജർ. ഒരു മാനേജർ റോൾ എങ്ങനെയാണ് പ്രിൻസിപ്പൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ്, മാനേജിങ് റിസോഴ്സസ്. ഹെഡ് മാസ്റ്റർ അറേഞ്ചസ് ആൻഡ് യൂസ് ബോത്ത് ഫിസിക്കൽ തിങ്സ് ആൻഡ് പീപ്പിൾ. ഒരു ഹെഡ് മാസ്റ്റർ ഹ്യൂമൻ റിസോഴ്സസിനെയും മെറ്റീരിയൽ റിസോഴ്സസിനെയും ഒരുപോലെ മാനേജ് ചെയ്യേണ്ട ആളാണ് അല്ലെ. നെക്സ്റ്റ് വൺ, ക്രിയേറ്റിംഗ് പോളിസീസ്. The headmaster makes rules and plans to help the school run smoothly and effectively. ഒരു സ്കൂൾ വളരെ സ്മൂത്ത് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റൂൾസും പ്ലാൻസും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഹെഡ് മാസ്റ്റർ ആണ്. ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് പെർഫോമൻസ്. ഒരു ഹെഡ് മാസ്റ്റർ ആണ് സ്റ്റുഡൻസ് എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യണ്ടേ. യെസ്. They also make sure this information is shared clearly using known methods. അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻസ് എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നേടിയെടുക്കണം അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു എക്സാം കഴിഞ്ഞതിന്റെ ഒരു എക്സാം റിസൾട്ടിന്റെ ബേസിലായിരിക്കണം, അങ്ങനെയൊക്കെ ഒരു നോൺ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, എൻഷുറിങ് സേഫ്റ്റി. ഒരു സ്കൂൾ ആവുമ്പോൾ അവിടെ കുട്ടികളുടെയും സ്റ്റാഫിന്റെയും കംപ്ലീറ്റ് സേഫ്റ്റി, അതൊരു ഫ്രണ്ട്ലി പ്ലേസ് ആൻഡ് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആക്കേണ്ടത് ഹെഡ് മാസ്റ്റർ ആണ് അല്ലെ. മെയിൻറ്റെയിനിങ് സ്കൂൾ ഗ്രൗണ്ട്സ്. സ്കൂൾ ബിൽഡിങ്സ് എല്ലാം വളരെ ക്ലീൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടോ, അതുപോലെ തന്നെ ഒരു ക്ലീൻ എൻവയോൺമെന്റ് ആണോ, ഒരു നല്ല ഗുഡ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു നല്ല പ്രിൻസിപ്പളിന് അല്ലെങ്കിൽ നല്ലൊരു ഹെഡ് മാസ്റ്റർക്ക് സാധിക്കണം. ഹെഡ് മാസ്റ്റർ ഷുഡ് സബ്മിറ്റ് ഓൾ റിക്വയർഡ് റിപ്പോർട്ട്സ് ടു ദ ഓഫീസ് ഓഫ് ഡയറക്ടർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. ഒരു സ്കൂളിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുന്നത് ഹെഡ് മാസ്റ്റർ ആണ് അല്ലെ. ഹെഡ് മാസ്റ്റർക്ക് അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ട് തന്റെ സ്റ്റാഫിനോടും സ്റ്റുഡൻസിനോടും പാരന്റ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെഡ് മാസ്റ്ററിന് കഴിയണം. സ്കൂൾ ഹെഡ് മാസ്റ്റർ
monitor all activities at the school and keep records according to their requirements. തന്റെ സ്കൂളിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനും മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ്? ടീച്ചർ ആണോ? അല്ല, സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് അല്ലെ. സ്കൂൾ ഹെഡ് മാസ്റ്റർ മെയിൻറ്റെയിൻസ് എ ബഡ്ജറ്റ് ആൻഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ എക്സ്പെൻഡിച്ചർ ഓഫ് ദ സ്കൂൾ. നമ്മുടെ സ്കൂളിന്റെ ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും നമുക്ക് എന്തൊക്കെ ചെലവുകളാണ് അതിനെ മാക്സിമം ആ കാര്യങ്ങളിലെല്ലാം റെസ്പോൺസിബിലിറ്റി ഹെഡ് മാസ്റ്ററിന്റെ കയ്യിലാണ് കേട്ടോ. സോ വളരെ മാനേജിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്ററിന്റെ റോളാണ്. നെക്സ്റ്റ്, ഹെഡ് മാസ്റ്റർ ആസ് എൻ ഇൻസ്ട്രക്ഷണൽ ലീഡർ. നമുക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ആയിരിക്കണം അല്ലെ. സെറ്റ് സ്കൂൾ ഗോൾസ്. They help define the school's vision and educational goal. എന്താണോ നമ്മുടെ സ്കൂളിന്റെ വിഷൻ, എന്താണോ നമ്മുടെ എഡ്യൂക്കേഷണൽ ഗോൾ, അത് ഡിഫൈൻ ചെയ്യാൻ ഏറ്റവും സാധിക്കേണ്ടത് ആർക്കാണ്? ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററിനാണ്. സപ്പോർട്ട് ലേണിംഗ് എൻവയോൺമെന്റ്. Create a positive place where both students and teachers can learn and teach well. കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒരുപോലെ വളരാനും ഒരുപോലെ പഠിക്കാനും ലേൺ ചെയ്യാനും കഴിയുന്ന ഒരു പോസിറ്റീവ് പ്ലേസ് ആയിരിക്കണം അല്ലെ സ്കൂൾ. അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഹെഡ് മാസ്റ്റർ ആണ്. മോണിറ്റർ ടീച്ചിങ്. ഇനി ടീച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്യുക അല്ലെ. അവരുടെ രീതികളെല്ലാം ഒബ്സർവ് ചെയ്യുക. ടീച്ചേഴ്സിന്റെ പ്ലാൻസ് എല്ലാം റെഗുലർലി നോക്കണം. ഇനി ഇൻ കേസ് എന്തെങ്കിലും സജഷൻസ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫീഡ്ബാക്സ് പ്രൊവൈഡ് ചെയ്യണം. ഹെൽപ്പ് ടീച്ചേഴ്സ് ഇംപ്രൂവ്. ടീച്ചേഴ്സിന് എല്ലാ തരത്തിലും ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ ഹെഡ് മാസ്റ്ററിന് കഴിയണം അല്ലെ. ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക, ഐഡിയാസ് ഷെയർ ചെയ്യുക. ഓരോ ടീച്ചേഴ്സിനെയും ഇൻഡിവിജ്വലി അവരെ ഗ്രോ ചെയ്യാനും പ്രൊഫഷണലി ഗ്രോ ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യേണ്ടത് ആരാണ്? ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. സോ വളരെ വൈറ്റൽ റോൾ ആണ് അല്ലെ പ്രിൻസിപ്പലിനുള്ളത് ആസ് എ മാനേജർ, ആസ് എൻ ഇൻസ്ട്രക്ഷണൽ ലീഡർ. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. യെസ്, ഹ്യൂമൻ റിലേഷൻസിനെ ഏറ്റവും കൂടുതൽ കൂട്ടിപ്പിടിക്കേണ്ടത് ആരാണ്? ഹെഡ് മാസ്റ്റർ ആണ് അല്ലെ. ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്നത് മാരി പാർക്കർ ഫോളറ്റ് ആൻഡ് എൽട്ടൺ മയോ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓതേഴ്സ് ആണ് കേട്ടോ. മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് ഡെവലപ്പിംഗ് കോപ്പറേറ്റീവ് ആൻഡ് ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്പ് എമംഗ് മെമ്പേഴ്സ്. നമ്മുടെ മെമ്പേഴ്സിന്റെ ഇടയിലും കുട്ടികളുടെ ഇടയിലും വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാൻ പ്രിൻസിപ്പലിന് സാധിക്കണം. നെക്സ്റ്റ്, ഒരു ഹെഡ് മാസ്റ്ററിന്റെ റോളാണ് ചേഞ്ച് ഏജന്റ്. എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ ഒരു ഹെഡ് മാസ്റ്ററിന് സാധിക്കണം അല്ലെ. പ്രൊമോട്ട് ന്യൂ ഐഡിയാസ്. പുതുതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരികയും സ്കൂളിന്റെ ഇംപ്രൂവ്മെന്റിനായിട്ടുള്ള പല ഇന്നോവേഷൻസ് എടുക്കുന്നതും എൻകറേജ് ചെയ്യുന്നതും എല്ലാം പ്രിൻസിപ്പൽ ആണ്. ഹാൻഡിൽസ് റെസിസ്റ്റൻസ്. ഡീൽസ് വിത്ത് പീപ്പിൾ ഹു റെസിസ്റ്റ് ചേഞ്ച് ബൈ ഹെൽപ്പിംഗ് ദം അണ്ടർസ്റ്റാൻഡ് ദ ബെനിഫിറ്റ്. ചില ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ, ഞാൻ എന്റെ വഴിയേ പോവുള്ളൂ, ഞാൻ വേറെ ഒരു ഇതിലും ഞാൻ നോക്കില്ല എന്ന് പറയുന്ന. അപ്പൊ അങ്ങനത്തെ ആളുകളെ എല്ലാം ഡീൽ ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ ആണ് അല്ലെ. അവർക്ക് അതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി കൊടുക്കണം. ഇംപ്രൂവ് സ്കൂൾ കൾച്ചർ. സ്കൂളിന്റെ ഒരു ഓവറോൾ കൾച്ചറിനെ വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാനും ഒരു ടീം വർക്ക് ഓൾവേസ് ബിൽഡ് ചെയ്യാനും ഒക്കെ കഴിയുന്നത് ആർക്കാണ്? ഹെഡ് മാസ്റ്ററിനാണ്. സോ ഹെഡ് മാസ്റ്റർ ഇസ് എ ചേഞ്ച് ഏജന്റ്. ആ ഒരു ഹെഡിങ്സ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഹെഡ് മാസ്റ്റർ ആസ് എ കോൺഫ്ലിക്ട് മീഡിയേറ്റർ. എന്ത് പ്രശ്നങ്ങൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാലും സോൾവ് ചെയ്യേണ്ടത് ആരാ? ഹെഡ് മാസ്റ്റർ അല്ലേ? യെസ്. സോ സോൾവ്സ് പ്രോബ്ലം ഫെയർലി. ടീച്ചേഴ്സിന്റെ പ്രോബ്ലംസ് ആയിക്കോട്ടെ, കുട്ടികളുടെ പ്രോബ്ലംസ് ആയിക്കോട്ടെ, പാരന്റ്സിന്റെ പ്രോബ്ലംസ് ആയിക്കോട്ടെ, അത് വളരെ ഫെയർ ആയിട്ട് ഡീൽ ചെയ്യാനും സെറ്റിൽ ചെയ്യാനും ഒരു പ്രിൻസിപ്പലിന് സാധിക്കണം. പ്രിവെന്റ് കോൺഫ്ലിക്ട്സ്. അതായത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞു കൊടുത്ത് പല തരത്തിലുള്ള കോൺഫ്ലിക്റ്റും ഇല്ലാതാക്കാൻ ഒരു പ്രിൻസിപ്പലിന് സാധിക്കണം. ബിൽഡ് പീസ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു പ്രിൻസിപ്പലിന് സാധിക്കണം. സോ എ പ്രിൻസിപ്പൽ ഷുഡ് ബി എ കോൺഫ്ലിക്ട് മീഡിയേറ്റർ. നെക്സ്റ്റ് വൺ ആണ് ഡിസിപ്ലിനേറിയൻ. ഒരു സ്കൂളിന്റെ എല്ലാ ഡിസിപ്ലിനും ആരുടെ കയ്യിലായിരിക്കുന്ന? ഹെഡ് മാസ്റ്റർ ആണ് അല്ലെ. ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു ആർമി ഓഫീസ് പോലെയാണോ സ്കൂള്? ഒരു ആർമിയിലെ ഡിസിപ്ലിൻ ആണോ സ്കൂളിൽ ഉണ്ടാവുന്നത്? അല്ല. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സെൽഫ് കൺട്രോൾ, റെസ്പോൺസിബിലിറ്റി ആൻഡ് കോപ്പറേഷൻ. ഈ കാര്യങ്ങളെല്ലാം വേണം. ടീച്ചേഴ്സ് ഷുഡ് ടീച്ച് ഡിസിപ്ലിൻ ബൈ എ ഗുഡ് റോൾ മോഡൽസ്. ടീച്ചേഴ്സ് ഒരു നല്ല റോൾ മോഡൽ ആവുകയും കുട്ടികൾക്ക് ഡിസിപ്ലിൻ പഠിപ്പിക്കാനും ടീച്ചേഴ്സിന് കഴിയണം അല്ലെ. നല്ല അഡ്വൈസസ് കൊടുക്കാനും ഗുഡ് ബിഹേവിയേഴ്സ് എന്തൊക്കെയാണുള്ളത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും
ഒരു നല്ല വ്യക്തിയാവാൻ കുട്ടികളെ ഗൈഡ് ചെയ്യാനും എല്ലാം ടീച്ചേഴ്സിനും അവിടുത്തെ ഹെഡ് മാസ്റ്ററിനും കഴിയണം. സോ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് വളരെ വൈറ്റൽ റോൾ നൽകുന്ന ഒരാളാണ്. ആസ് എ കോൺഫ്ലിക്ട് മീഡിയേറ്റർ, ഒരു എല്ലാ തരത്തിലും അല്ലെ, എന്താ പറയാ, ഡിസിപ്ലിനറി നോക്കേണ്ട ആളും ചേഞ്ചിങ് ഏജൻസും എല്ലാം ഹെഡ് മാസ്റ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ റോൾ ഓഫ് ടീച്ചർ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ? നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ. വാട്ട് ആർ ദ ടീച്ചേഴ്സ് റോൾ എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ടും 4 റോൾസ് ആണുള്ളത്. ആസ് എ സൂപ്പറിൻഡന്റ്, ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു സൂപ്പറന്റ് ആയിരിക്കണം അല്ലെ. ടീച്ചേഴ്സ് ടേക്ക് ആൻ എക്സ്ട്രാ ഡ്യൂട്ടീസ് ബിയോണ്ട് ടീച്ചിങ്. ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. ഒരു ടീച്ചിങ്ങിൽ അപ്പുറം ഒരുപാട് എക്സ്ട്രാ ഡ്യൂട്ടീസ് ടീച്ചേഴ്സ് ചെയ്യുന്നില്ലേ? സ്കൂൾ ആക്ടിവിറ്റീസ് ടീച്ചേഴ്സ് മാനേജ് ചെയ്യുന്നുണ്ട്, ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നുണ്ട്. അവരൊരു ഓവറോൾ ഒരു എന്താ പറയാ, ഒരു സംഭവം നമുക്ക് പറയാം. ആസ് എ സൂപ്പർവൈസർ, കുട്ടികളുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യണം, ക്ലാസ് റൂം ഡിസിപ്ലിൻ മാനേജ് ചെയ്യണം. ആസ് എ പ്ലാനർ അല്ലെ, ലെസൺ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യണം. കുട്ടികൾക്ക് എല്ലാ തരത്തിലും ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവരാൻ സാധിക്കണം. ആസ് എ കൺട്രോളർ, ക്ലാസ് റൂം വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യിപ്പിക്കാനും എല്ലാം പറ്റുന്നത് ആർക്കാണ്? ടീച്ചേഴ്സിനാണ് അല്ലെ. സോ ഇതെല്ലാം ടീച്ചേഴ്സിന്റെ വൈറ്റൽ റോൾ ആണ്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വെറും ടീച്ചിങ് മാത്രമല്ല. എന്തൊക്കെയാണ് ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ്? കുട്ടികൾക്ക് നോളേജ് കൊടുക്കാൻ ടീച്ചേഴ്സിന് സാധിക്കണം അല്ലെ. പഠനം, നമ്മള് കുട്ടികൾക്ക് എല്ലാ തരത്തിലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം. കുട്ടികൾക്ക് പഠനം മാത്രം കൊടുത്താൽ മതിയോ? അവരുടെ ക്യാരക്ടറും അവരുടെ മോറൽ വാല്യൂസും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ ടീച്ചേഴ്സിന് സാധിക്കില്ലേ? പറ്റും. അതുപോലെ തന്നെ ഒരു ക്ലാസ് വളരെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യിപ്പിക്കാൻ ടീച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ടു ഇവാലുവേറ്റ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡിംഗ് ക്യാരക്ടർ, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കരിക്കുലം ഓർ നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഒരു കുട്ടിയുടെ ഓവറോൾ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതിലും കുട്ടീനെ കരിക്കുലർ ആക്ടിവിറ്റീസിലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എല്ലാം ടീച്ചേഴ്സിന് സാധിക്കും അല്ലെ. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണ്. കുട്ടികൾക്ക് എല്ലാ തരത്തിലും ഒരു ഗൈഡൻസും അഡ്വൈസും അവർക്ക് എല്ലാ ഒരു ഹെൽപ്പും എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ടീച്ചേഴ്സിന് സാധിക്കണം അല്ലെ. നെക്സ്റ്റ്, എന്തൊക്കെയാണ് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടീസ്? ടീച്ചേഴ്സ് എപ്പോഴും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം അല്ലെ. കുട്ടികൾക്ക് വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ എല്ലായ്പ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ ടീച്ചേഴ്സിന് സാധിക്കണം. ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് ബൈ ഓഫറിംഗ് യൂസ്ഫുൾ ഹെൽപ്പ്. പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യവും നൽകി കൊടുക്കാൻ ടീച്ചേഴ്സിന് സാധിക്കണം. കെയറിംഗ് ഫോർ സ്റ്റുഡൻസ് ഈവൻ ആഫ്റ്റർ സ്കൂൾ ഹവേഴ്സ്. ഒരു സ്കൂൾ ഹവറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ജോലിയാണോ ടീച്ചേഴ്സിന്റെ? അല്ല. സ്കൂൾ ഹവർ കഴിഞ്ഞാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും കെയറും പ്രൊവൈഡ് ചെയ്യാൻ ടീച്ചേഴ്സിന് സാധിക്കണം. മെയിൻറ്റെയിനിങ് പ്രോപ്പർ സൈക്കോ സോഷ്യൽ ക്ലൈമറ്റ് ഇൻ ദ ക്ലാസ് റൂം. ഒരു നല്ല ഒരു പോസിറ്റീവ് ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ ടീച്ചർക്ക് സാധിക്കണം അല്ലെ. പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, പല ഏജിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആ ഒരു ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്പ് ആ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ടീച്ചർ ആയിരിക്കണം. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കോ കരിക്കുലർ പ്രോഗ്രാംസ്. കോ കരിക്കുലർ പ്രോഗ്രാംസിൽ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നതും ഈ പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നതും ആരാണ്? ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. ഓഫറിംഗ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സർവീസ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും, ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് സർവീസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും ഓഫർ ചെയ്യുന്നതും തന്റെ ടീച്ചേഴ്സ് ആണ് അല്ലെ. പേയിങ് സ്പെഷ്യൽ അറ്റൻഷൻ ടു സ്ലോ ലേണേഴ്സ്. ടീച്ചേഴ്സ് എപ്പോഴും പഠിപ്പ് കുട്ടികളെ മാത്രം നോക്കിയാൽ മതിയോ? അല്ലല്ലോ. സ്ലോ ലേണേഴ്സിന് വേണ്ട എല്ലാ അറ്റൻഷനും കൊടുക്കാൻ ടീച്ചേഴ്സിന് സാധിക്കണം. അതായിരിക്കണം ഒരു നല്ല ടീച്ചർ. ഇനി ഒരു ടീച്ചറിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ് ടുവാർഡ്സ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണുള്ളതാണ് കേട്ടോ. കോപ്പറേറ്റിംഗ് വിത്ത് ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ. ആ ഒരു സ്കൂളിന്റെ ഹെഡിനോട് എല്ലാ തരത്തിലും കോപ്പറേറ്റ് ചെയ്യാൻ ടീച്ചറിന് സാധിക്കണം. വില്ലിംഗ് ടു വർക്ക് ആസ് എ മെമ്പർ ഓഫ് എ ടീം. ഇത് എന്റെ ടീമാണ് അല്ലെങ്കിൽ ഇത് എന്റെ സ്കൂളാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും ഞാൻ ഈ ഒരു ടീമിലെ മെമ്പർ ആണ് എന്നുള്ള ഒരു ധാരണ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ ടീച്ചേഴ്സിന് സാധിക്കണം അല്ലെ. മെയിൻറ്റെയിനിങ് കോർഡിയൽ റിലേഷൻഷിപ്പ് വിത്ത് കൊളീഗ്സ്. തന്റെ കൊളീഗ്സുമായിട്ട് നല്ലൊരു ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ടീച്ചർക്ക് സാധിക്കണം. ഇനി വാട്ട് ഈസ് ദ ഡ്യൂട്ടീസ് ടുവേർഡ്സ് കമ്മ്യൂണിറ്റി? കോൺടാക്ടിങ് ദ പാരന്റ്സ് ഓഫ് സ്റ്റുഡൻസ് ആസ് ഫ്രീക്വന്റ്ലി ആസ് പോസിബിൾ. തന്റെ കുട്ടികളുടെ പാരന്റ്സുമായിട്ട് വളരെ ഫ്രീക്വന്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനും എന്ത് പ്രോബ്ലംസ് നടക്കുകയാണെങ്കിലും കുട്ടികളുടെ ഡെയിലി ബേസിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം കോണ്ടാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ടീച്ചർക്ക് സാധിക്കണം അല്ലെ. ടേക്കിംഗ് നോട്ട് ഓഫ് ദ വ്യൂസ് എക്സ്പ്രസ്ഡ് ഇൻ പാരന്റ് ടീച്ചർ അസോസിയേഷൻ മീറ്റിംഗ്. ഇനി ഒരു പാരന്റ് ടീച്ചർ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ
പാരന്റ്സിന് ഒരുപാട് വ്യൂസ് ഉണ്ടായിരിക്കും, ഐഡിയാസ് ഉണ്ടായിരിക്കും, സജഷൻസ് ഉണ്ടായിരിക്കും. അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഒരു ആക്ഷനിലോട്ട് എടുക്കാൻ ടീച്ചർക്ക് സാധിക്കണം. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ സർവീസസ്, കമ്മ്യൂണിറ്റി സർവീസിലും അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് ആയിട്ടുള്ള NSS, അങ്ങനെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, അവിടെ ഒരു വൈറ്റൽ റോള് നയിക്കേണ്ടത് ആരാണ്? ടീച്ചറാണ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ടായിരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ വെരി ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്താണ് ഒരു ടീച്ചറിന്റെ റോള്, ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം കുട്ടികളടുത്ത് ബിഹേവ് ചെയ്യേണ്ടത്, വാട്ട് ഇസ് ദ റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു നല്ല ടൈം ടേബിൾ എന്തായിരിക്കണം, ഒരു സ്കൂൾ ബിൽഡിംഗ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. ഇത്തരം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ്. നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനുമായിട്ട് വീണ്ടും കാണാം.